മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പലപ്പോഴും മിക്ക ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലും ന്യൂസിലും പത്രത്തിലും അതുപോലെ എല്ലാത്തിലും വരുന്ന വാർത്തകളാണ്. പക്ഷെ പലരും അത് സിംപ്ലി സ്ക്രോൾ ചെയ്ത് പോകുന്നതല്ലാതെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മഴയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നല്ല മഴയും കാറ്റും ഉള്ള സമയത്ത് മരങ്ങൾ പുഴുതു വീഴുന്ന സാധ്യത ഏറെ കൂടുതലാണ്. പല സ്ഥലത്തും അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാർത്തയിൽ കൂടിയും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മരങ്ങൾ വീഴുന്നത് തീർച്ചയായിട്ടും റോഡിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. ബൈക്കിലും കാറിലും ഓട്ടോറിക്ഷയിലും എന്തിലും സഞ്ചരിച്ചാലും ഒരു വൻ മരങ്ങൾ പുഴുതു വീണ് കഴിഞ്ഞാൽ ജീവന് തീർച്ചയായിട്ടും ഭീഷണി തന്നെയാണ്. അപ്പോൾ ഒരു ശ്രദ്ധ, അതായത് ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മരം വീഴ്ചയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും തടയാൻ കഴിയില്ല. എന്നാലും അങ്ങനെയുള്ള റോഡുകളിൽ സഞ്ചരിക്കുമ്പോൾ ഒന്ന് വിജിലൻ്റ് ആവുന്നത് നല്ലതായിരിക്കും. 2 എന്ന് പറയുന്നത്, ഈ മഴയത്തും അതിശക്തമായ കാറ്റിലും ലൈൻ കമ്പികൾ പൊട്ടി വീഴാറുണ്ട്. അങ്ങനെ ലൈൻ കമ്പികൾ പൊട്ടി വീണ് റോഡിൽ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികളെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം കുട്ടികൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ വെള്ളത്തിലും അതുപോലെ തന്നെ റോഡിലെല്ലാം വീണ് കിടക്കുന്ന ലൈൻ കമ്പി വളരെ ഡേഞ്ചറാണ്. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ റോഡിൽ മഴ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റോഡിൽ മഴ കാരണം സ്കിഡാവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ബൈക്ക് യാത്രികർക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം നമ്മുടെ റോഡുകളിൽ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരും അത് പാലിക്കാറില്ല. നിയമപാലകരും അതും ശ്രദ്ധിക്കാറില്ല, നിയമം ലംഘിക്കുന്ന ഒന്നും. കാര്യം റോഡിൽ പാർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓട്ടോറിക്ഷയും കാറും ബസ്സും എല്ലാം പാർക്ക് ചെയ്യുന്നത്, ഈവൻ KSRTC ബസ് പലപ്പോഴും പാർക്ക് ചെയ്യുന്നത് റോഡിൻ്റെ മധ്യത്താണ്. അപ്പോൾ ഈ റോഡിൻ്റെ മധ്യത്ത് പാർക്ക് ചെയ്യുകയും അതിൻ്റെ തൊട്ടപ്പുറത്ത് വാട്ടർ അതോറിറ്റിയും അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷനും അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് കുഴിച്ച് അത് മാസങ്ങളോളം മൂടാതെ പല റോഡുകളിലും ഡേഞ്ചറസ് ആയിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. കാര്യം ബൈക്ക് യാത്രികരെല്ലാം ഓടിച്ച് വരുമ്പോഴത്തേക്കും അടുത്തെത്തുമ്പോഴായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ ഒരു ബസ് പാർക്ക് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഓവർടേക്ക് ചെയ്ത് വരുന്ന ഭാഗത്തായിരിക്കും കുഴിയുള്ളത്. അങ്ങനെയുള്ള ഭാഗത്ത് വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം കുട്ടികളെ കൊണ്ടുപോകുന്ന ബൈക്കായാലും അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ബൈക്കോ ഓട്ടോറിക്ഷയോ കാറോ എന്തോ ആയിക്കോട്ടെ, അത് വളരെ ഡേഞ്ചറാണ്. കുഴികളൊന്നും കറക്റ്റ് സമയത്ത് മൂടുന്നില്ല, അതാരും ശ്രദ്ധിക്കുന്നില്ല, അതിനെതിരെ ആരും പ്രതികരിക്കുന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളോ ജനങ്ങളോ ഒന്നും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. പിന്നെ പല റോഡുകളും മഴയ്ക്ക് മുന്നേയും പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ട് മഴ പെയ്ത് കഴിയുമ്പോൾ ഓടയേത് വെള്ളമേത് അല്ലെങ്കിൽ റോഡേത് എന്നറിയാത്ത ഒരവസ്ഥയാണ്. പല റോഡുകളിലും ഓടയും കാണും, അതുപോലെ തന്നെ റോഡ് ടാറിടാത്ത റോഡുമായിരിക്കും. അപ്പോൾ ഈ ടാറിടാത്ത റോഡ് മണ്ണിടിഞ്ഞ് വീണ് അതിൻ്റെ ഈ ഭാഗത്ത് എല്ലാം വെള്ളം കയറിയിട്ട് ഓടേതെന്ന് അറിയാത്ത ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾ നടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്ന യാത്രക്കാരെല്ലാം ഈ ഓടയിൽ അകപ്പെട്ട് ജീവന് ഭീഷണിയാകുന്ന ഒരു അവസ്ഥയും കാണാറുണ്ട്. അപ്പം ഇതെല്ലാം ഈ പറയുന്ന മഴയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ റോഡിൽ വെച്ച് ബൈക്ക് സ്കിഡാവുന്നത് അല്ലെങ്കിൽ റോഡിൽ വെച്ച് കാറുകൾ സ്കിഡാവുന്നത്, വളരെ വേഗത കുറച്ച് കൺട്രോളിൽ മാത്രമേ ഈ മഴക്കാലത്ത് വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാര്യം റോഡിൽ കൂടെ ഇങ്ങനെ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന അനധികൃതമായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ഈ കാൽനടക്കാർക്ക് നടന്നു പോകാനുള്ള സ്ഥലവും കുറവായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ഓടി വരുന്ന വണ്ടികൾക്ക് അത് കാണാനും സാധിക്കില്ല. അങ്ങനെ നിരവധി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. വഴിയിൽ കൂടി നടന്നു പോകുന്ന ആൾക്കാരെ വരെ ഇടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അപ്പോൾ വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് സ്പേസ് ഉള്ള സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. കാര്യം നമ്മുടെ സിറ്റിയിൽ അത് ഒരിക്കലും പ്രാവർത്തികമല്ലെങ്കിൽ പോലും ഈ മഴക്കാലത്തെങ്കിലും അതിനൊരു ശ്രദ്ധ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ റോഡുകളുടെ അവസ്ഥ. അപ്പോൾ റോഡുകൾ മാക്സിമം ഈ കുഴികളെല്ലാം മൂടി നല്ല സേഫായിട്ടുള്ള ഒരു യാത്ര ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഈ മഴക്കാലത്ത് വെള്ളത്തിൽ കൂടിയെല്ലാം വരുന്ന സാംക്രമിക രോഗങ്ങൾ, അതായത് ഡെഡ്ലി ആയിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ പകരുന്നത് ഈ മഴക്കാലത്താണ്. അപ്പോൾ വെള്ളങ്ങൾ കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് കൊതുക് പെരുകാറുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലായാലും എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ
അതായത് ഇപ്പം വീണ് കിടക്കുന്ന ചിരട്ടയിലോ അല്ലെങ്കിൽ ടയറിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിലോ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ചില പദാർത്ഥങ്ങളിലോ എന്തിലെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള എവിടെയായാലും അത് മാക്സിമം വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് കാര്യം. കൊതുക് പെറ്റുപെരുകുന്ന മൂലം പല രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ രോഗങ്ങൾ മുഖേന പലരും മരിക്കാറുണ്ട്, പലരുടെയും ജീവന് ഭീഷണിയാകാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിക്കുക. ഈ മഴക്കാലത്താണ് കൊതുകിൻ്റെ ശല്യം കൂടുതൽ, അതുപോലെ തന്നെ മറ്റ് ജീവികളുടെ എല്ലാം ശല്യം കൂടുതലും ഈ മഴക്കാലത്താണ്. അപ്പം വെള്ളം കെട്ടി നിൽക്കുന്നത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പല അസുഖങ്ങളും വരാറുണ്ട്. വെള്ളത്തിൽ ചവിട്ടി മുറിവിൽ കൂടിയും അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഏതെങ്കിലും പാനീയങ്ങൾ മേടിച്ച് കുടിക്കുമ്പോഴോ ആഹാരങ്ങൾ കഴിക്കുമ്പോഴോ ഒക്കെ ഫുഡ് പോയിസൺ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്തും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ അതാണ് മറ്റൊന്ന്. പിന്നെ ഈ പറയുന്ന പോലെ മൃഗങ്ങളെല്ലാം അവർ പുറത്ത് പോകുന്നത് 1-നും 2-നും പോകുന്നതെല്ലാം മണ്ണിലായിരിക്കും. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വെള്ളക്കെട്ടിൽ അത് തങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളക്കെട്ടിലൊക്കെ നമ്മൾ മാക്സിമം ചകിട്ടാതെ നടക്കുക എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പല സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവനും അത് ഗുണം ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി വാർത്തകൾ കേൾക്കുന്നുണ്ട്. മരങ്ങളെല്ലാം പിഴുത് വീണ് അപകടം ഉണ്ടാക്കുന്നത്, വൻ മരങ്ങളാണ് നിന്ന നിപ്പിന് പിഴുത് വീഴുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുകയോ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. കാര്യം വാഹനങ്ങൾ പാർക്ക് ചെയ്താലും ചിലപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ഇരിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഇരിക്കാതിരിക്കും. എന്ത് സംഭവിച്ചാലും ശരി തന്നെ വാഹനങ്ങളിൽ വന്ന് വീഴുമ്പോൾ വാഹനങ്ങൾക്ക് ഡാമേജ് ഉണ്ടാവും. അതിനകത്ത് ആളുണ്ടെങ്കിൽ ആളിൻ്റെ ജീവനും ഭീഷണിയാണ്. അപ്പോൾ അതുകൊണ്ട് വൻ മരങ്ങളുള്ള സ്ഥലത്തെല്ലാം ബൈക്കും കാറുകളൊന്നും പാർക്ക് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിപ്പോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് അവരവരുടെ ജീവന് സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. മറ്റൊരു കാര്യം, മഴയോടൊപ്പം ഇടിയും മിന്നലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാര്യം ഇടിമിന്നൽ ഉള്ളപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് അത് തീർച്ചയായിട്ടും ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ടിപ്പെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ച് ഇടിമിന്നലിനെ പ്രതിരോധിക്കാനും നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ വീടെല്ലാം വിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് ഓഫാക്കി ഇടുക, അല്ലെങ്കിൽ അത് വിച്ഛേദിച്ച് ഇടുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പുഴയിലും മറ്റ് തോട്ടിലും കായലിലൊന്നും കുളിക്കാൻ ഇറങ്ങാതിരിക്കുക. അല്ലെങ്കിൽ ഒരു സഞ്ചാരത്തിനെല്ലാം വരുന്ന ആൾക്കാർ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പല നദിയിലും ഇറങ്ങി കുളിക്കാറുണ്ട്. അപ്പോൾ ഈ മഴ സമയങ്ങളിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. കാര്യം മഴ സമയങ്ങളിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒഴുക്കും അടിയൊഴുക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ചിലപ്പം ചതുപ്പായിരിക്കും, അപ്പം നമ്മൾ കാല് വഴുതിപ്പോവാം, മുങ്ങിപ്പോവാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്.